സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. വൺ മാൻ ആർമി ഭാഗം 4. കമ്മീഷണർ പറയുകയായിരുന്നു, സംഗതി ഏതാണ്ട് ഒരുവിധം തെളിഞ്ഞു വരികയാണ്. അമേരിക്കയിൽ നിന്നെത്തിയ മൃതദേഹം തേടി ബാംഗ്ലൂർ അധോലോകത്തിലെ 3 വമ്പന്മാരും രംഗത്തെത്തി. പക്ഷെ ഇടയ്ക്ക് നിന്ന് ഏതോ മിടുക്കന്മാർ മൃതദേഹം മാറ്റിക്കളഞ്ഞു. ഈ വസ്തുത അറിയാതെയാണ് 3 കൂട്ടരും പടവെട്ടിയത്. ഇപ്പോൾ മൃതദേഹം തൊട്ടിക്കൊണ്ടു പോയവരും ഇതറിഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. നഷ്ടപ്പെട്ട മൃതദേഹത്തിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. കമ്മീഷണർ എണീറ്റു. അതുകൊണ്ട് നമുക്കുടനെ ആ വീട്ടിലൊന്നു പോകണം. മൃതദേഹവുമായി എത്തിയവരുടെ വീട്ടിൽ. മരിച്ചയാളിന്റെ വീട് അതുതന്നെയാണോ, ഇനി അടുത്ത വീട്ടിലുള്ളയാളിന്റെ മൃതദേഹവുമായി ഇവർ എത്തിയതാണോ എന്ന് പോലും വ്യക്തമല്ല. എല്ലാം അറിയണം ആദ്യം മുതൽ. രാത്രിയിൽ തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു. ചില കണ്ണുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു വർക്ക്ഷോപ്പിന്റെ അരികിലെത്തുമ്പോൾ അവിടെ ആൾക്കാർ കൂടി നിൽക്കുകയായിരുന്നു. അവർക്കിടയിലൂടെ അകത്തേക്ക് കടന്ന അയാൾ കിടുങ്ങി. ഒരു കാറിന്റെ ബോണറ്റിൽ ജബ്ബാറിന്റെ ചോരയിൽ കുളിച്ച് ശവം കിടക്കുന്നു. അപ്പോൾ ആരോ പറയുന്നത് കേട്ടു. എന്താണുണ്ടായതെന്ന് ആർക്കും അറിയില്ല. ഒരു വണ്ടിയിൽ കുറെ പേർ വന്നു. ഇയാളെ കൊന്നിട്ട് ഇവിടെ കിടന്നിരുന്ന ഒരു കാറുമായി പോയി. വിഷ്ണുവിന് ചിത്രം വ്യക്തമായി. അയാൾ ശവം മറച്ചുവെച്ച കാർ തിരഞ്ഞു. അത് കണ്ടില്ല. അയാൾ എന്ത് വേണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി വന്നു നിന്നു. വിഷ്ണുവർദ്ധൻ പിൻവാങ്ങി. ആരാണ് മൃതദേഹം കൊണ്ടുപോയത്? അലിയാരോ, ഗൗഡയോ, നിജലിംഗപ്പയോ? കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുന്നു. വിഷ്ണു ലക്ഷ്യമില്ലാതെ റോഡിലൂടെ നടന്നു. പിന്നിലെത്തിയ അപകടം അറിഞ്ഞില്ല. ഒരു തോക്കിന്റെ പാത്തി പിൻകഴുത്തിൽ താടനമേൽപ്പിച്ചു. നിലവിളിയോടെ വിഷ്ണു കമിഴ്ന്നു വീണു. കമ്മീഷണറുടെ കാറും പിന്നാലെ എത്തിയ പോലീസ് ജീപ്പും ആ വീടിന് മുന്നിൽ നിന്നു. അവിടമെല്ലാം ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അവിടെയുണ്ടായിരുന്നു. സ്ഥലം എസ്ഐയും ഏതാനും കോൺസ്റ്റബിൾസും മൊഴിയെടുക്കുകയാണ്. കമ്മീഷണറെയും മറ്റും കണ്ടപ്പോൾ എസ്ഐ സല്യൂട്ട് നൽകി. എന്താ ഉണ്ടായത് സാർ? എസ്ഐ പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നതിനു ശേഷമാണ് മൃതദേഹം മാറിപ്പോയ വസ്തുത ഇവർ അറിയുന്നത്. ആ നേരത്ത് തന്നെയാണ് ഒരു സംഘം തോക്കുധാരികൾ എത്തിയതും അതുമായി കടന്നതും. കമ്മീഷണർ തലയിളക്കി. ഈ വീട്ടിലെ ആള് തന്നെയാണല്ലോ മരിച്ചത്? അതെ സാർ. അമേരിക്കയിൽ നിന്ന് വന്നോ? ആളെ ഒപ്പം വിളിക്കൂ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എസ് ഐ ഒരു മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്നു. ആ മനുഷ്യനെ താൻ പകൽ സമയം കണ്ടുവെന്ന് കമ്മീഷണർ ഓർമ്മിച്ചു. നിങ്ങളുടെ ആരായിരുന്നു മരിച്ചയാൾ? അളിയൻ. അയാൾ എത്ര കാലമായി അമേരിക്കയിലായിട്ട്? 6 വർഷം. എങ്ങനെയാണ് മരിച്ചത്? ആക്സിഡന്റ് ആയിരുന്നു. ഇനി ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായ ഉത്തരം തരണം. ആ മനുഷ്യന്റെ നെറ്റിച്ചുളിഞ്ഞു. നിങ്ങളുടെ പേര്? തോമസ്. നിങ്ങൾ മൃതദേഹത്തിൽ എന്തായിരുന്നു ഒളിപ്പിച്ചു കൊണ്ടുവന്നത്? അയാൾ ഞെട്ടി. സാർ. യെസ്, ടെൽ മീ. നോ സാർ, ഞങ്ങൾ അങ്ങനെയൊന്നും കൊണ്ടുവന്നില്ല. ലുക്ക് മിസ്റ്റർ തോമസ്, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. സത്യമാണ് സാർ ഞാൻ പറയുന്നത്. പക്ഷേ തോമസ് എന്തിനെയോ ഭയക്കുന്നുവെന്ന് കമ്മീഷണർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അയാൾ പിന്നീടൊന്നും ചോദിച്ചില്ല. മടക്കി യാത്രക്കിടയിൽ കമ്മീഷണർ ശങ്കറോട് പറഞ്ഞു, തോമസിനെ രഹസ്യമായി കസ്റ്റഡിയിലെടുക്കണം. മറ്റാരും അറിയരുത്. അറിഞ്ഞാൽ അയാളെ ജീവനോടെ കിട്ടിയില്ലെന്ന് വരും. സർ. മുഖത്തേക്ക് തണുത്ത ജലം ശക്തിയിൽ വീണപ്പോൾ വിഷ്ണുവർദ്ധൻ കണ്ണുകൾ ചിമ്മി തുറന്നു. ആദ്യത്തെ ഏതാനും നിമിഷങ്ങളോളം അയാൾക്കൊന്നും വ്യക്തമായില്ല. മുന്നിൽ നിൽക്കുന്നവരെയൊക്കെ അയാൾ പകച്ചു നോക്കി. മങ്ങിയ രൂപങ്ങൾ പോലെയാണ് ആദ്യം തോന്നിയത്. പിന്നീട് ഓരോരുത്തരെ വ്യക്തമായി തുടങ്ങി. തന്റെ നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന 1 ഡസനോളം തോക്കിൻകുഴലുകൾ. അവയ്ക്കു പിന്നിൽ നിൽക്കുന്നവർ രാമരാജ് ഗൌഡയുടെ ആൾക്കാരാണ്. ശിരസിൽ കടുത്ത വേദന തോന്നി വിഷ്ണുവിന്. എങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ അയാൾ ചിരിച്ചു. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അവർ അയാളെ തുറിച്ചു നോക്കി. അയാൾ തുടർന്നു. തോക്ക് ഉപയോഗിക്കാത്ത എന്റെ നേരെ എന്തിനാ ഇത്രയും ആയുധങ്ങൾ? നാണമില്ലേ നിങ്ങൾക്ക്? ആണുങ്ങളാണെന്ന് പറഞ്ഞ് തെളിഞ്ഞു നിൽക്കാൻ. ഒരു ഉറച്ച പാദപതന ശബ്ദം അടുത്തു വരുന്നത് കേട്ടു. തോക്കുധാരികൾ ഇരുഭാഗത്തേക്കും വഴിയൊഴിഞ്ഞു. മുന്നിൽ മഹാമേരു പോലെ നിറഞ്ഞു നിൽക്കുന്ന രാമരാജ ഗൌഡ. വിഷ്ണുവർദ്ധനും അയാളും കണ്ണുകൾ കൊണ്ട് യുദ്ധം ചെയ്തു. ഗൌഡയുടെ നാവിൽ നിന്ന് വാക്കുകൾ ചിതറി വീണു. വിഷ്ണു, സ്മാർട്ടാകുന്നത് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത്. അത് അപകടമാകും. വിഷ്ണുവർദ്ധൻ എണീറ്റു. പക്ഷേ മിസ്റ്റർ ഗൌഡ സാബ്, ഇവിടെ ഓവർ സ്മാർട്ടായത് നിങ്ങളാണ്. എന്റെ അമ്മയെയും അനുജനെയും അനുജത്തിയെയും നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോന്നു. മൃതദേഹത്തിന് പിന്നാലെ നിങ്ങൾ ആളിനെ അയച്ച് തെരുവ് യുദ്ധമുണ്ടാക്കി. എന്നിട്ട് വീണ്ടും എന്റെ മേൽ കുതിര കയറുകയാണോ? ഗൌഡ നെറ്റിച്ചുളിച്ചു. നിനക്ക് ഇനിയും സമയമുണ്ട്.
ആ മൃതദേഹം എവിടെയാണ്? പറഞ്ഞാൽ ഞാൻ നിന്നെയും നിന്റെ വീട്ടുകാരെയും വെറുതെ വിടും. അതല്ലേ പോലീസ് കൊണ്ടുപോയത്? വേണ്ടടാ വേണ്ട. ചാണക്യന്റെ കുടിലതന്ത്രങ്ങളാണ് നിന്റെ തലയ്ക്കുള്ളിലെന്ന് എനിക്കറിയാം. പക്ഷേ ഗൗഡയോട് വേണ്ട കളി. എയർപോർട്ടിനും പോലീസ് എത്തിച്ചേർന്ന സ്ഥലത്തിനുമിടയ്ക്ക് വെച്ച് ഞാൻ കാത്തിരുന്ന ശവം നീ മാറ്റിക്കളഞ്ഞു. മറ്റൊരെണ്ണമാണ് പോലീസിന് കിട്ടിയത്. അതെയോ? വിഷ്ണു അത്ഭുതം ഭാവിച്ചു. എവിടെയാണ് നീ ആ മൃതദേഹം ഒളിപ്പിച്ചിരിക്കുന്നത്? എനിക്ക് പറഞ്ഞു തന്നേ മതിയാകൂ. വിഷ്ണുവിന്റെ തലച്ചോറിൽ വെളിച്ചം പരന്നു. അപ്പോൾ ഗൗഡയല്ലേ ജബ്ബാറിനെ കൊന്നതും മൃതദേഹവുമായി മുങ്ങിയതും? പിന്നെ ആരാണ്? ഏതായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അതൊരു പഴുതായി. എന്താടാ ഒന്നും പറയാത്തത്? നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത എന്റെ അമ്മയും മറ്റുമെവിടെ? അവരിവിടെ സുരക്ഷിതരാണ്. ഞാൻ വിശ്വസിക്കില്ല. എനിക്കവരെ കാണണം. അവരെ നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. വിഷ്ണു ബാക്കി പറഞ്ഞില്ല. ഗൗഡ പല്ല് കടിച്ചുകൊണ്ട് അയാളെ നോക്കി. വിഷ്ണു അത് ശ്രദ്ധിക്കാതെ തുടർന്നു. ഇപ്പോൾ തന്നെ എനിക്കവരെ കാണണം. ഇല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി മുറിച്ചാലും എന്നിൽ നിന്ന് ഒരക്ഷരം പോലും നിങ്ങൾക്ക് കിട്ടില്ല. അയാൾ പറഞ്ഞാൽ അതിന് മാറ്റമില്ലെന്ന് ഗൗഡയ്ക്കറിയാം. അവരെ കൊണ്ടുവാ, ഗൗഡ നിർദ്ദേശിച്ചു. അനുചരന്മാരിൽ 2 പേർ പോയി. 15 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ കാർത്തികയും ബിന്ദുവും അവിടെ എത്തി. മോനെ, കാർത്തിക നിലവിളിച്ചു. വിഷ്ണുവിന്റെ തല കുനിഞ്ഞു. നീ? അമ്മയ്ക്ക് വാക്കുകൾ കിട്ടിയില്ല. പൊടുന്നനെ വിഷ്ണു തല ഉയർത്തി. രാഹുലൻ എവിടെ? എന്റെ അനുജൻ എവിടെ? വിഷ്ണു ഗർജിച്ചു. അമ്മയും ബിന്ദുവും പൊട്ടിക്കരഞ്ഞു. ഗൗഡ അനുചരന്മാരെ നോക്കി. അവർ ഗൗഡയോട് പറയുന്നത് വിഷ്ണു കേട്ടു. അവൻ മരിച്ചു സാബ്. വിഷ്ണു നടുങ്ങി. നോ. അയാളുടെ അലർച്ച കേട്ട് ഗൗഡ വിറച്ചു. രാഹുലൻ മരിച്ചു. നീയെല്ലാം ചേർന്ന് അവനെ കൊന്നോടാ പട്ടികളെ. അവർ ഗൗഡയ്ക്ക് നേരെ കുതിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷമായിരുന്നു അത്. എല്ലാവരും മരവിച്ചു നിന്നുപോയി. അലറിക്കൊണ്ട് മുന്നോട്ട് കൊതിച്ച വിഷ്ണു ഗൗഡയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ട് തള്ളിക്കൊണ്ടുപോയി. ഭിത്തിയിൽ ചേർത്ത് അമർത്തിക്കൊണ്ട് കഴുത്തിലെ പിടിമുറുക്കി. നിന്നെക്കാൾ വലിയ ചെറ്റയാളാ ഞാൻ. ഇതുവരെ ആരെയും കൊന്നിട്ടില്ലെന്ന് വെച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് കരുതല്ലേ. ഞാൻ ആദ്യമായി കൊല്ലുന്നത് നിന്നെ തന്നെയാകട്ടെ. നിങ്ങളുടെ അളിയന്റെ മൃതദേഹം സംസ്കരിച്ചല്ലോ അല്ലേ? ഉവ്. അമേരിക്കയിൽ നിന്നെത്തിയ തോമസ് ആയിരുന്നു അയാൾ. ഇനി എന്നാണ് തിരിച്ചു പോകുന്നത്? തീരുമാനിച്ചില്ല. എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന ഭാവമായിരുന്നു അയാൾക്ക്. ശങ്കറിനത് മനസ്സിലായി. നിങ്ങൾ എവിടെ പോയെന്ന് പറഞ്ഞില്ല? ഞാൻ ഒരു സുഹൃത്തിനെ കാണാൻ. ഐ സി. ആ സുഹൃത്ത് ആരാണെന്നറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. നിങ്ങൾ ജീപ്പിൽ കയറണം. സാർ ഞാൻ. ഷട്ടപ്പ്. പോലീസുകാർ അയാളെ വളഞ്ഞു. ഡിവൈഎസ്പിയുടെ നിർദ്ദേശാനുസരണം അയാൾ ജീപ്പിൽ കയറി. അത് പാഞ്ഞുപോയി. ഇരുളിന്റെ മറവ് പറ്റി തന്റെ വീട്ടിലെത്തിയ വിഷ്ണുവർദ്ധൻ തന്റെ കിടപ്പുമുറിയിലുള്ള രഹസ്യവാതിൽ തുറന്ന് താഴേക്കുള്ള പടിക്കെട്ടുകൾ ഇറങ്ങി. ഒപ്പം വാതിൽ അടയ്ക്കുകയും ചെയ്തു. കട്ടിലിനടിയിലാണ് ആ രഹസ്യവാതിൽ. അതുകൊണ്ട് പെട്ടെന്നത് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ല. ഇനി ലൈറ്റ് തെളിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് അറിയാമായിരുന്നതിനാൽ അയാൾ ഭിത്തിയിൽ തപ്പിത്തടഞ്ഞ് ഒരു സ്വിച്ച് അമർത്തി. ലൈറ്റുകൾ തെളിഞ്ഞു. താഴെ വിശാലമായൊരു മുറി. അലമാരകളും പെട്ടികളും കിടക്കയും മേശയും കസേരകളും ടിവിയും ഫ്രിഡ്ജും ഫോണും എല്ലാമുള്ള മുറി. അയാൾ ക്ഷീണിതനായി കിടക്കയിലേക്ക് വീണു. ഈ രാത്രി ഒന്നുറങ്ങണം. ശരീരത്തിന്റെ ക്ഷീണം അല്പം അകലണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എണീറ്റ് ഫ്രിഡ്ജ് തുറന്നു. അടുക്കി വെച്ചിരിക്കുന്ന കിങ്ഫിഷറിന്റെ ബിയർ കുപ്പികൾ. ഒരു കുപ്പിയെടുത്തു. അടപ്പ് തുറന്നു. ഐസ് പോലെ തണുത്ത ബിയർ വായിലേക്ക് കമഴ്ത്തി. സിറ്റി പോലീസ് കമ്മീഷണർ വാൾട്ടർ വെങ്കടേഷ് കാത്തിരിക്കുകയായിരുന്നു. തോമസിനെയും കൊണ്ട് ശങ്കർ എത്തിയപ്പോൾ തന്നെ അയാളും എണീറ്റ് അവരുടെ ഒപ്പം അകത്തെ മുറിയിലേക്ക് പോയി. ഭയപരവശനായ തോമസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തളർന്ന ഭാവത്തിൽ നോക്കി. ശങ്കർ വാതിലടയ്ക്കുകൂടി ചെയ്തപ്പോൾ അയാളുടെ ഭയം പൂർണ്ണമായി. കമ്മീഷണർ ഒരു കസേരയിലിരുന്നു. ലുക്ക് മിസ്റ്റർ തോമസ്. വാൾട്ടർ വെങ്കടേഷിന്റെ ശബ്ദം ആ മുറിക്കുള്ളിൽ മുഴങ്ങി. മർദ്ദനമുറികൾക്ക് പേരുകേട്ട ഒരു മുറിയാണിത്. എത്ര പേർ ഇതിനുള്ളിൽ വെച്ച് മരിച്ചിട്ടുണ്ടെന്നോ എത്ര പേർ അസ്ഥികൾ നുറുങ്ങി മരിച്ചതുപോലെ കഴിയുന്നുണ്ടെന്നോ ഞങ്ങൾക്ക് നിശ്ചയമില്ല. തോമസ് വിളറി വെളുത്തു. കമ്മീഷണർ തുടർന്നു. ഈ മുറിക്കുള്ളിൽ നിന്നും സത്യം പറയാതെ ഒരാളും പുറത്തു പോയിട്ടില്ല. പക്ഷേ തന്നെ ശിക്ഷിക്കണമെന്നൊന്നും ഞങ്ങൾക്കില്ല. അട്ടകൈയാണ് 3-ാം പുറ എന്ന് പറയുന്നത്. ആദ്യം ഞങ്ങൾ വളരെ മാന്യമായ രൂപത്തിലെ കുറ്റവാളികളോട് ഇടപെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഞങ്ങളിൽ നിന്നിപ്പോൾ മനുഷ്യത്വം പ്രതീക്ഷിക്കാം. പക്ഷേ ഞങ്ങളുടെ ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരം കള്ളമാണെന്ന് തെളിഞ്ഞാൽ? തോമസിന്റെ തൊണ്ടയിലെ ജലം വറ്റി വരണ്ടു.
സാർ, ഞാനതിന് കുറ്റവാളിയല്ലല്ലോ, പിന്നെ എന്തിനെന്നെ? അറിയാം. കമ്മീഷണർ ചിരിച്ചു. പക്ഷേ നിങ്ങൾ ഞങ്ങളിൽ നിന്നും ഒരു രഹസ്യം മറച്ചു വെക്കുന്നുണ്ട്. അത് തുറന്നു പറഞ്ഞാൽ വന്നതുപോലെ നിങ്ങൾക്ക് മടങ്ങാം. അയാളുടെ കണ്ണുകളിൽ വീണ്ടും ഭീതി നിറഞ്ഞു. ഒരു സിഗരറ്റിനെ തീ കൊളുത്തിക്കൊണ്ട് വാൾട്ടർ വെങ്കടേഷ് ഡിവൈഎസ്പി ശങ്കറെ നോക്കി. ശങ്കർ പതിയെ തോമസിന്റെ അരികിലെത്തി. ആ കണ്ണുകളിലേക്ക് ഒരു നോട്ടം നട്ടു. തോമസ്. അയാൾ ഞെട്ടി തല ഉയർത്തി. പറയൂ, നിങ്ങളുടെ അളിയന്റെ മൃതദേഹത്തിൽ എന്ത് രഹസ്യം ഒളിപ്പിച്ചു കൊണ്ടുവന്നത്? തോമസ് പരിഭ്രാന്തനായി. സാർ, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഭാവിക്കുകയാണ് നിങ്ങൾ? അല്ല സാർ, ഞാൻ സത്യമാണ് പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല. പിന്നെ ആർക്കറിയാം? തോമസിനെ വിയർക്കാൻ തുടങ്ങി. ശങ്കർ ഒരു പ്ലെയർ എടുത്തു. നിങ്ങളുടെ കൈവിരലുകളിലെ നഖങ്ങൾ ഓരോന്നായി ഞാൻ പിഴുതെടുക്കും. സാർ, തോമസ് കരയുമെന്നായി. എങ്കിൽ പറയൂ, എന്തായിരുന്നു രഹസ്യം? അത് പറയൂ. കമ്മീഷണർ മുന്നോട്ടാഞ്ഞിരുന്നു. സത്യത്തിൽ എന്താണ് രഹസ്യമെന്ന് എനിക്കറിയില്ല. പക്ഷേ പറയൂ. ആരുടെങ്കിലും ആ വിവരം പറഞ്ഞാൽ എന്റെ ജീവൻ അപകടത്തിലാകും. അങ്ങനെയുണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. കമ്മീഷണർ എണീറ്റു. മൃതദേഹവുമായി ഞങ്ങൾ കാണാൻ തീരുമാനിച്ച ദിവസം ഒരു മനുഷ്യൻ ഞങ്ങളെ കാണാനെത്തി. തോമസ് പറഞ്ഞു തുടങ്ങി. കമ്മീഷണറും ശങ്കറും ശ്രദ്ധയോടെ കേട്ടുനിന്നു. കോളിംഗ് ബെൽ ശബ്ദിച്ചപ്പോൾ രാജി വന്ന് വാതിൽ തുറന്നു. മുന്നിൽ വിഷ്ണുവർദ്ധൻ. അവളുടെ മനം തുടിച്ചു. 4-5 ദിവസങ്ങളായിരിക്കുന്നു വിഷ്ണുവിനെ കണ്ടിട്ട്. ഡാഡിയുണ്ടോ? അയാൾ തിരക്കി. ഞാൻ വിളിക്കാം. അവൾ തിരിഞ്ഞു. കയറിയിരിക്കൂ. അയാൾ അകത്തേക്ക് കയറി. നിമിഷങ്ങൾക്കുള്ളിൽ വാൾട്ടർ വെങ്കടേഷ് കടന്നു വന്നു. സാർ. വിഷ്ണു അഭിവാദനം ചെയ്തു. വിഷ്ണു ഇരിക്കൂ പറഞ്ഞിട്ട് കമ്മീഷണറും ഇരുന്നു. രേഖ ചായ കൊണ്ടുവന്നു. അത് കുടിക്കുന്നതിനിടയിൽ വിഷ്ണു പറഞ്ഞു, നാളെ ബാംഗ്ലൂർ പട്ടണത്തിൽ 10 കോടി രൂപയുടെ ആയുധങ്ങളെത്തും. വാട്ട്? വാൾട്ടർ വെങ്കടേഷ് ചാടി എണീറ്റു. വിഷ്ണുവർദ്ധൻ പറഞ്ഞതത്രയും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ വാൾട്ടർ വെങ്കടേഷ്. അടുത്ത ദിവസം ബാംഗ്ലൂരിലെത്തുന്ന 10 കോടി രൂപയുടെ വിദേശ നിർമ്മിത ആയുധങ്ങളുടെ കാര്യം വിഷ്ണു വളരെ വ്യക്തമായി പറഞ്ഞു. അത് ആർക്കുള്ളതാണെന്നും എന്താണ് ലക്ഷ്യമെന്നുമൊക്കെ. പോലീസ് ഉദ്യോഗസ്ഥനായ തനിക്ക് പോലും കിട്ടാത്ത ഇത്തരം രഹസ്യങ്ങൾ എത്ര വേഗമാണ് വിഷ്ണുവർദ്ധന് കിട്ടുന്നതെന്ന് അത്ഭുതത്തോടെ ഓർക്കുകയായിരുന്നു വെങ്കടേഷ്. എല്ലാം കേട്ടതിനു ശേഷം വെങ്കടേഷ് സംസാരിച്ചു. വിഷ്ണു, ഞാനൊരു സഹായം ചോദിച്ചാൽ തനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? പ്രതിഫലമില്ലാത്ത സഹായമാണ്. വിഷ്ണുവർദ്ധൻ തലയുയർത്തി. ഞാൻ പ്രതിഫലമില്ലാത്ത ജോലികൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല. പക്ഷേ സാറിന് വേണ്ടിയല്ലേ. പറഞ്ഞോളൂ. പക്ഷേ ഒരു കാര്യം, മനസാക്ഷിക്ക് നിരക്കാത്തതാണെങ്കിൽ ഞാൻ സോറി പറയും. വാൾട്ടർ വെങ്കടേഷ് തലയിളക്കി. വിഷ്ണുവിന് സംഭവിച്ചതൊക്കെ ശങ്കർ എന്നോട് പറഞ്ഞു. സഹതപിക്കുക എന്നതിനേക്കാളുപരി ചിലത് ചെയ്യാനാകുമെന്നാണ് എന്റെ വിശ്വാസം. വിഷ്ണു പറഞ്ഞല്ലോ എനിക്ക് വേണ്ടിയാണെങ്കിൽ സഹായം ചെയ്യാമെന്ന്. എനിക്ക് വേണ്ടി മാത്രമല്ല, വിഷ്ണുവിനും കൂടിയാണ്. ഈ രാജ്യത്തെ ഓരോ പൗരനും വേണ്ടിയാണ്. വിഷ്ണുവിനറിയാമല്ലോ, ബാംഗ്ലൂർ നഗരത്തിലെ 3 അധോലോകക്കാർ കാട്ടിക്കൂട്ടുന്നതൊക്കെ. ബോംബെയും ഡൽഹിയും ഒക്കെയായി നോക്കുമ്പോൾ അവിടത്തെക്കാളും വലിയ ലോബികളാണിപ്പോൾ ഇവിടെ. ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ അധികം കഴിയും മുമ്പ് ഭാരതം ഭരിക്കുന്നതും ഒരു അധോലോക നായകനായിരിക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ സാർ. ഒന്നുകിൽ കൊള്ളക്കാർ, അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്നവർ തന്നെയല്ലേ അധികാര കസേരകളിൽ. സർക്കാർ ശമ്പളം പറ്റുന്ന എനിക്ക് അങ്ങനെ പറയാനാവില്ലല്ലോ വിഷ്ണു. സാറ് സഹായം എന്താണെന്ന് പറഞ്ഞില്ല. ഈ ബാംഗ്ലൂർ സിറ്റി എനിക്ക് ശുദ്ധമാക്കണം. അതിന് അധോലോകക്കാരെ അടയറവ് പറയിക്കണം. വിഷ്ണുവിന്റെ സഹായമുണ്ടെങ്കിൽ അത് വളരെ വേഗം സാധിക്കാനാവുമെന്ന് എനിക്കറിയാം. വിഷ്ണുവർദ്ധൻ ഒട്ടുനേരം ചിന്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് പറഞ്ഞു, സാർ, എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ അധോലോകക്കാരെല്ലാം. പക്ഷേ ഇന്ന് അവരുടെ എല്ലാം വർഗശത്രുവായിരിക്കുന്നു ഞാൻ. ഇനി ഞാൻ സാറിനോട് മറ്റൊരു കാര്യം പറയാം. അമേരിക്കയിൽ നിന്നെത്തിയ ഒരു ശവശരീരത്തെക്കുറിച്ച് സാറിന് മെസ്സേജ് തന്നത് എന്റെ ഒരു ബുദ്ധിയാണ്. വാൾട്ടർ വെങ്കടേഷ് വിസ്മയിച്ചു. എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. വിഷ്ണു അതിനുണ്ടായ സാഹചര്യം വിവരിച്ചു. 3 പേർക്കും ആ ശവശരീരം വേണം. ഞാൻ തന്നെ കൊണ്ടുകൊടുക്കുകയും വേണം. ഒരാൾ ഇത് നോട്ടമിട്ടിട്ടുണ്ടെന്ന് മറ്റൊരാൾ അറിയാനും പാടില്ല. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ഭാവം മാറുന്നു. അവസാനം ഞാൻ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു സാറിനെ വിവരം അറിയിക്കേണ്ടത്. പക്ഷെ അവസാനം അവിടെയും എനിക്ക് നഷ്ടങ്ങളേറെ. ഞാൻ അനാഥരായി. വിഷ്ണുവിന്റെ സ്വരം പതറി. എന്റെ മുന്നിൽ വെച്ച് ഗൗഡ എന്റെ അമ്മയെയും പെങ്ങളെയും കൊന്നു. അതിനു മുമ്പ് തന്നെ അനുജനെ കൊന്നിരുന്നു. ഗൗഡയോട് പരകം വിടുമെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ അലിയാരും നിജലിംഗപ്പയും എന്റെ ശത്രുക്കളായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് രാമരാജ ഗൗഡയെ തളയ്ക്കാൻ തീർച്ചയായും ഞാൻ അങ്ങയെ സഹായിക്കാം. ഇതുവരെ
ആയുധം ഉപയോഗിച്ചിട്ടില്ല ഞാൻ. ആരെയും കൊന്നിട്ടുമില്ല. പക്ഷേ ഞാൻ അവനെ വിടില്ല. ഗൗഡയെ, അവനെ താങ്കൾ എനിക്ക് വിട്ടുതരണം. ഞാൻ ആദ്യ കൊലപാതകം നടത്തുന്നത് അവനെ കൊന്നിട്ടായിരിക്കും. വിഷ്ണു, വാൾട്ടർ വെങ്കിടേഷ് അമ്പരപ്പോടെ വിളിച്ചു. അയാളത് കേട്ടില്ല. മനസ്സിലും കാതുകളിലുമൊക്കെ ഒരേ മുഖവും ഒരേ പേരുമായിരുന്നു, രാമരാജ ഗൗഡ. വിഷ്ണുവർദ്ധൻ എണീറ്റു. ഞാൻ പോട്ടെ സാർ. അയാൾ ബൈക്കിനടുത്തെത്തി. അന്ന് രാവിലെ എടുത്തതാണ് ആ പുതിയ യമഹ. വേഷം മാറിപ്പോയാണ് അതെടുത്തത്. കിക്കർ ചലിച്ചു. യമഹ സ്റ്റാർട്ടായി. കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ അത് ഗേറ്റിലേക്ക് പാഞ്ഞു. ഗൗഡ പിടഞ്ഞു നോക്കി. വിഷ്ണുവർദ്ധന്റെ പിടി മുറുകിയതേയുള്ളൂ. അയാളുടെ കണ്ണുകൾ തുറിച്ചു വന്നു. അപകടമാണെന്ന് മനസ്സിലായ അനുചരന്മാർ മുന്നോട്ട് കുതിച്ചു. കാർത്തികയും ബിന്ദുവും നിലവിളിച്ചു. 4 പേർ ഒന്നിച്ച് ശ്രമിച്ചിട്ടും വിഷ്ണുവിന്റെ പിടിപിടിക്കാൻ കഴിഞ്ഞില്ല. ഗൗഡയ്ക്ക് ശ്വാസം കിട്ടാതെയായി. അനുചരന്മാരിൽ ഒരാൾ തോക്കിന്റെ പാത്തികൊണ്ട് വിഷ്ണുവിന്റെ പുറത്തിടിച്ചു. അയാൾ പിടഞ്ഞുപോയി. ഗൗഡയുടെ കഴുത്തിലെ പിടി അയഞ്ഞു. വിഷ്ണുവിന്റെ കൈകൾ പിന്നോട്ട് പിടിച്ചു തിരിച്ച് അവർ ബന്ധിച്ചു. അപ്പോഴും കുതറുകയായിരുന്നു അയാൾ. ഗൗഡ ഭിത്തിയോട് ചേർന്ന് താഴേക്കുയർന്നു വീണു. അനുചരന്മാർ പിടിക്കാൻ മുന്നോട്ടഞ്ഞപ്പോൾ വേണ്ടെന്ന ഭാവത്തിൽ അയാൾ കൈ ഉയർത്തി വിലക്കി. കയത്തിൽ മുങ്ങിത്താണ് ശ്വാസം കിട്ടാതെ ജലപ്പരപ്പിലേക്ക് ഉയർന്നു വന്ന ഒരുവന്റെ ഭാവമായിരുന്നു ഗൗഡയ്ക്ക്. പ്രാണവായു ആശ്വസിക്കാനുള്ള ആർത്തി. കഴുത്തിലെ പേശികൾ ഒടിഞ്ഞു നുറുങ്ങിയതുപോലെ തോന്നി. ഇരു കൈകൾ കൊണ്ടും കഴുത്തിൽ തടവിക്കൊണ്ടാണ് അയാൾ ശ്വാസം കഴിച്ചത്. തെല്ലൊരാശ്വാസം തോന്നിയപ്പോൾ ഗൗഡ എണീറ്റു. കോപം കൊണ്ട് വിറക്കിയായിരുന്നു അയാളെ. നിന്റെ അനുജനെ ഞാൻ കൊന്നതാടാ. ഇപ്പോൾ നിന്റെ അമ്മയെയും അനുജത്തെയും ഞാൻ കൊല്ലാൻ പോകുകയാണ്. എനിക്കെതിരെ ഉയർത്തിയ കരങ്ങളൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. പറഞ്ഞതും അയാൾ റിവോൾവർ എടുത്തു. നോ, വിഷ്ണു അലറി. ഗൗഡ അത് ചെവി കൊണ്ടില്ല. അയാളുടെ കണ്ണുകളിൽ മരണം തുടിക്കുന്നത് വിഷ്ണു കണ്ടു. അയാൾ പിന്നോട്ട് കുതിച്ചു. പക്ഷേ ഗൗഡയുടെ ആൾക്കാർ പിന്നോട്ട് പിടിച്ചമർത്തി. ഗൗഡ കാർത്തികയ്ക്കും ബിന്ദുവിനും നേരെ റിവോൾവർ ചൂണ്ടി. മോനെ, ഹൃദയം പറിച്ചെടുക്കുന്നത് പോലെ ഒരു നിലവിളി അമ്മയിൽ നിന്നുയർന്നു. വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഗൗഡ, വിഷ്ണുവും വിലപിച്ചു. നിനക്ക് വേണ്ടത് ആ ശവമല്ലേ? അത് ഞാൻ നേടിത്തരാം. ഇവരെ കൊല്ലരുത്. സമയം കഴിഞ്ഞു പോയടാ. പാഴ്വാക്കു പറയുന്ന ശീലം എനിക്കില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നടന്നിരിക്കണം. അയാളുടെ കൈവിരൽ ട്രിഗറിൽ അമർന്നു. അമ്മേ! വിഷ്ണു കണ്ണുകൾ ഇറക്കിയടച്ചു. അമ്മയുടെയും ബിന്ദുവിന്റെയും നിലവിളികൾ വെടിയച്ചുകൾക്കൊപ്പം അയാൾ കേട്ടു. പിന്നെയെല്ലാം ശാന്തമായിരുന്നു. സർവത്ര നിശബ്ദത. അതിനിടയിൽ ഗൗഡ ഇത്രയും കൂടി പറഞ്ഞു. നിന്നെയും ഈ വഴിയിലൂടെ തന്നെ ഞാൻ അങ്ങേ ലോകത്തേക്ക് പാഴ്സൽ ചെയ്യും. എനിക്ക് കിട്ടാനുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട്. തടവറയിൽ ഇരുളിൽ വിഷ്ണുവർദ്ധൻ തപ്പിത്തടഞ്ഞു. ഇവിടെ തന്നെയാണ് രാഹുലൻ മരിച്ചു കിടന്നതെന്ന് അയാൾ ഓർത്തു. തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അവന്റെ മൃതദേഹം എടുത്തുകൊണ്ടുപോയത്. വിഷ്ണുവർദ്ധന്റെ നെഞ്ചിൽ ഭാരം കൂടി. താൻ അനാഥനായിരിക്കുന്നു. തനിക്കുന്ന ബന്ധങ്ങൾ മുഴുവൻ അറ്റുപോയിരിക്കുന്നു. ഒന്ന് കരയണമെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ കണ്ണീർ വരുന്നില്ല. തന്റെ ശരീരം ചുട്ടുപഴുക്കുകയാണെന്ന് അയാൾ അറിഞ്ഞു. ഏതു നിമിഷവും ഗൗഡ എത്തിച്ചേർന്നേക്കാം. അയാൾ തന്നെ ഇഞ്ചിഞ്ചായി ചതച്ചിട്ടായാലും രഹസ്യമറിയാൻ ശ്രമിക്കും. പക്ഷേ ആ പട്ടി വിഷ്ണുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. തന്നിൽ നിന്ന് അവനൊന്നും കിട്ടില്ല. അവന് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല താനും. ഗൗഡയുടെ അവസാന നാളുകളായിരിക്കും ഇനി തന്റെ മനസ്സിൽ. വിഷ്ണുവർദ്ധൻ ഉറച്ച ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയായിരുന്നു. പുറത്ത് ഇരുട്ടിന്റെ കോട്ടയ്ക്ക് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് കുറെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതിനുള്ളിൽ യന്ത്രത്തോക്കുകളുമായി അലിയാരുടെ ആൾക്കാരായിരുന്നു. തങ്ങളുടെ ആൾക്കാരെ ഇല്ലാതാക്കിയതിന്റെ പ്രതികാരത്തിനെത്തിയിരിക്കുകയാണവർ. നിമിഷങ്ങൾക്കുള്ളിൽ രാമരാജ ഗൗഡയുടെ ഗേറ്റിൽ നിന്നിരുന്ന കാവൽക്കാർ വെടിയേറ്റു പിടഞ്ഞു വീണു. വേട്ടനായ്ക്കളെപ്പോലെ അവർ അകത്തേക്ക് പാഞ്ഞു കയറി. ഗൗഡയുടെ താവളത്തിൽ അപകട സൈറൻ മുഴങ്ങി. ആൾക്കാർ ഉണർന്നു. തോക്കുകളുമായി പുറത്തേക്ക് കുതിച്ചു. ഇരുളിൽ വെടിയുണ്ടകൾ ചീറിയെത്തി. ആർത്തനാദനകളും അട്ടഹാസങ്ങളും. ഗൗഡ തോക്കുമായി ഒരു രഹസ്യമാർഗത്തിലൂടെ കുതിച്ചു. തന്നെ പിടിക്കാൻ ഒരുത്തനെ കൊണ്ടു കഴിയില്ല. മരിക്കാൻ തനിക്ക് മനസ്സില്ല. തന്റെ ആൾക്കാരിൽ എത്ര പേർ ബാക്കിയുണ്ടെന്ന് നാളെ അറിയാം. വിഷ്ണുവർദ്ധൻ പുറത്തെ ബഹളങ്ങൾ കേട്ടു. പക്ഷേ കാര്യം എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. സെക്കൻഡുകൾക്കുള്ളിൽ തടവറയുടെ വാതിൽ വെടിയേറ്റു തകർന്നു. ഒരു ടോർച്ചിൽ നിന്നുതിർന്ന വെളിച്ചം വിഷ്ണുവിനെ തൊട്ടൊഴിഞ്ഞു. ഒപ്പം തോക്കുചൂണ്ടി അകത്തെത്തിയ മനുഷ്യൻ കൽപ്പിച്ചു, ഡോണ്ട് മൂവ്.
മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയില്ലെങ്കിലും വിഷ്ണു കൈകൾ ഉയർത്തി. ഇനി പുറത്തേക്ക് നടക്ക്, അടുത്ത കൽപ്പന. അതിനിടയിൽ കളിക്കാൻ ശ്രമിക്കരുത്. വിഷ്ണു പുറത്തേക്ക് നടന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെയാണല്ലോ ഇവനെ ഇവിടെ വെച്ച് കിട്ടുമെന്ന് കരുതിയതേയില്ല. അലിയാർ സാബിന് സന്തോഷമാകും, എതിരെ വന്നൊരുവൻ പറഞ്ഞു. അപ്പോൾ വിഷ്ണുവിന് കാര്യം വ്യക്തമായി. താനിപ്പോൾ അലിയാരുടെ ആൾക്കാരുടെ പിടിയിലാണ്. എവിടെ നിന്നോ ഒരു വെടിപൊട്ടി. ആ തക്കത്തിൽ വിഷ്ണു തെന്നിമാറി. ഒപ്പം അരികിൽ നിന്നവരെ ചവിട്ടി തെറിപ്പിക്കുകയും ചെയ്തു. വിടരുതവനെ. പിന്നിൽ അലർച്ച വെടിയുണ്ടകൾ ഇരുളിൽ ലക്ഷ്യമില്ലാതെ മൂളിപ്പറന്നു വന്നു. വിഷ്ണുവർദ്ധൻ തറയിൽ വീണുരുണ്ടു. പിന്നെ കാട്ടുപന്നിയെപ്പോലെ കുതിച്ചു ചാടി. രക്ഷപ്പെടേണ്ട വഴിയെക്കുറിച്ച് അയാൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അടുത്ത പ്രഭാതം രാമരാജ ഗൌഡയുടെ താവളത്തിൽ ശ്മശാന മുഖതയായിരുന്നു. ഗൌഡ സെറ്റിയിൽ തളർന്നിരുന്നു. എങ്കിലും ആ കണ്ണുകളിലെ ചുവപ്പ് തെല്ലും കുറഞ്ഞിരുന്നില്ല. 15 പേരെയാണ് ഗൌഡയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഒപ്പം ബംഗ്ലാവിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും. അലിയാരിൽ നിന്നും ഇത്രയും വേഗത്തിൽ ഇങ്ങനെയൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയാണ് പറ്റിയത്. ഇനിയിപ്പോൾ ഉടനടി തന്നെക്കൊണ്ടൊരു തിരിച്ചടി നടത്താനും കഴിയില്ലെന്ന് ഗൌഡയ്ക്ക് തോന്നി. സംഘത്തിൽ പുതിയ ആൾക്കാരെ ഇനിയും ചേർത്തേണ്ടിയിരിക്കുന്നു. വിഷ്ണുവർദ്ധൻ കൈവിട്ടു പോയതാണ് ഏറ്റവും വലിയ നഷ്ടം. അവനിപ്പോൾ അലിയാരുടെ കസ്റ്റഡിയിലായിരിക്കും. അലിയാർ മൃതദേഹത്തിന്റെ രഹസ്യം ചോർത്തിയാൽ അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും അയാൾക്ക് പ്രയാസം തോന്നി. ഡിവൈഎസ്പി ശങ്കറുടെ മുന്നിൽ നിസ്സഹായനായി വിഷ്ണു നിന്നു. എല്ലാ കാര്യങ്ങളും അയാൾ ശങ്കറോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ശങ്കറുടെ ഭാര്യ കൊണ്ടുവന്ന ചായ പോലും അയാൾ കഴിച്ചിരുന്നില്ല. നീ ചായ കഴിക്കൂ വിഷ്ണു, ശങ്കർ പറഞ്ഞു. സംഭവിച്ചു കഴിഞ്ഞതിനെക്കുറിച്ചോർത്ത് ഇനി സമയം കളയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ബാക്കി വരുന്നതിനെ നേരിടണം. നിനക്ക് ഗൌഡയെ തകർക്കണം, അത്രയല്ലേ ഉള്ളൂ. വിഷ്ണു ശങ്കറെ മിഴിച്ചു നോക്കി. ഞാൻ മാർഗം പറഞ്ഞു തരാം, പക്ഷേ നീ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. വിഷ്ണു മിണ്ടിയില്ല. അപ്പോൾ ശങ്കർ തുടർന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഗൌഡയും നിജലിംഗപ്പയും അലിയാരും കൂടാതെ മറ്റൊരു അധോലോകക്കാർ കൂടി ഈ ബാംഗ്ലൂർ സിറ്റിയിലുണ്ട്. വിഷ്ണു വിസ്മയം കൂറി. അതെ, ഈ വരുന്ന രാത്രിയിൽ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഫോൺ ശബ്ദിച്ചു. ശങ്കർ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തുനിന്ന് കേട്ട വാർത്ത ശങ്കരെ അമ്പരപ്പിച്ചു കളഞ്ഞു. അയാൾ വിഷ്ണുവിനെ നോക്കി. എന്താണ് ശങ്കർ സാർ? അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്ന വിഷ്ണുവർദ്ധൻ തിരക്കി. ഒരു സെക്കൻഡ് കഴിഞ്ഞാണ് ശങ്കർ മറുപടി പറഞ്ഞത്. ആ കാണാതായ മൃതദേഹം തിരികെ കിട്ടിയിരിക്കുന്നുവെന്ന്. വിഷ്ണു ചാടി എണീറ്റു. എവിടെ? ബന്ധുക്കൾ തന്നെയാണ് ഫോൺ ചെയ്തിരിക്കുന്നത്. എങ്കിൽ വിഷ്ണുവിന്റെ മുഖം മങ്ങി. അതിലുണ്ടായിരുന്ന രഹസ്യങ്ങൾ ഇപ്പോൾ നഷ്ടമായിരിക്കും. അത് ശരിയാവുമെന്ന് ശങ്കറിനും തോന്നി. എന്നിരുന്നാലും പരിശോധിച്ചേ പറ്റൂ. കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണ്. ശങ്കർ ഉടൻ തന്നെ അവിടെ നിന്നും യാത്രയായി. തന്നെ ഇപ്പോൾ 3 അധോലോകക്കാരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാവുമെന്ന് വിഷ്ണുവിനറിയാം. അതുകൊണ്ട് തന്നെ ശങ്കർ തിരിച്ചു വരുന്നതുവരെ അവിടെ തന്നെ കഴിയുവാൻ അയാൾ തീരുമാനിച്ചു. ശങ്കറുടെ ഭാര്യ അയാൾക്ക് ഭക്ഷണം നൽകി. വിഷ്ണുവർദ്ധൻ അത് കഴിച്ചു. ആ സ്ത്രീ അയാൾക്ക് സ്വന്തം ചേച്ചിയാണ്. അവളുടെ നിർബന്ധപ്രകാരം അയാൾ കുളിച്ച് വേഷം മാറി. വൈകിട്ടാണ് ശങ്കർ മടങ്ങിയെത്തിയത്. വന്നപാടെ അയാൾ പറഞ്ഞു, വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മൃതദേഹത്തിന്റെ വയറ് കുത്തിക്കീറപ്പെട്ടിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം അമേരിക്കയിൽ നിന്ന് തന്നെ നിറച്ച പഞ്ഞിയും മറ്റും നീക്കം ചെയ്തിരിക്കുന്നു. വിഷ്ണു തലയനക്കി. ഇതുവരെ ആരെയും കൊന്നുള്ള ശീലമില്ല. ആയുധം ഉപയോഗിച്ചിട്ടുമില്ല. തന്റെ കൈക്കരുത്തിനു മുന്നിൽ എന്തോ നേടിയെടുക്കാമെന്നുണ്ടായിരുന്ന ധാരണയ്ക്ക് മാറ്റം വന്നിരുന്നു. ശത്രുക്കൾ യന്ത്രത്തോക്കുമായി മുന്നിൽ നിൽക്കുമ്പോൾ കൈക്കരുത്തിന് എന്ത് വിജയം? എന്തായാലും തന്റെ വീട്ടിലെത്തണം. ആ തീരുമാനത്തോടെയാണ് സന്ധ്യ കഴിഞ്ഞ നേരത്ത് അയാൾ ഇറങ്ങിയത്. രാത്രി കണുത്തു. ഡിവൈഎസ്പി ശങ്കർ ആരെയോ പ്രതീക്ഷിച്ച് ജീപ്പിനരികിൽ നിൽക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ ഓടിയെത്തി. സാർ, ടെൽമി. അയാൾ വരുന്നുണ്ട്. ശങ്കർ ഒന്ന് അമർത്തി മൂളി. അനന്തരം അയാളുടെ കണ്ണുകൾ ഫുട്പാത്തിന് നേരെ നീണ്ടു. ഒരു മനുഷ്യൻ നടന്നു വരുന്നത് അയാൾ കണ്ടു. മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് നടന്നു വരികയായിരുന്ന ആ മനുഷ്യൻ അടുത്തെത്തിയപ്പോഴാണ് പോലീസ് ജീപ്പ് ശ്രദ്ധിച്ചത്. പൊടുന്നനെ പിന്തിരിഞ്ഞു പോകുവാൻ അയാൾ ഒരു ശ്രമം നടത്തിയെങ്കിലും ശങ്കറുടെ കൈ തോളിൽ അമർന്നു. ഹലോ തോമസ്. ആ മനുഷ്യൻ ഞെട്ടിത്തിരിഞ്ഞു. എവിടെ പോയിരുന്നു? ഞാൻ. അയാളുടെ ശബ്ദം പതറി. ഞാൻ തന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയുമോ? ഡിവൈഎസ്പി ശങ്കർ തിരക്കി. അത് ഞാനെങ്ങനെ അറിയും? വിഷ്ണു ശങ്കർക്കെതിരെ കസേരയിലിരുന്നു. ശങ്കർ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചെന്ന് നോക്കി. നീ ഇപ്പോ എവിടെ നിന്ന് വരികയാ? കമ്മീഷണർ സാറിന്റെ വീട്ടിൽ നിന്ന്.
ഐ സി. അപ്പോൾ നീ അദ്ദേഹത്തിന്റെ മരുമകനാകാൻ തന്നെ തീരുമാനിച്ചോ? എന്താ കമ്മീഷണർ സാർ അങ്ങനെ വല്ലതും പറഞ്ഞോ? നീ ഗരുഡൻ പറക്കൽ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ കാര്യം? കമ്മീഷണർ നിന്നെ അത് തന്നെ നടത്തും. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സുഖമായൊരു പ്രയോഗമാ. ഓഹോ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഉണ്ട്, അത് പറയാനാണ് ഞാൻ ഇരുന്നത്. ശങ്കറുടെ മുഖം പെട്ടെന്ന് ഗൗരവപൂർണമായി. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്ന ഒരുവനെ പൊക്കി, ആ ശവത്തിന്റെ രഹസ്യമറിയാൻ. എന്നിട്ട് വിഷ്ണുവർദ്ധന്റെ മുഖത്ത് ഉദ്വേഗം തുടിച്ചു. 4മതൊരു അധോലോകം കൂടി ബാംഗ്ലൂരിലുണ്ടെന്നുള്ളത് ഉറപ്പാണ്. വിഷ്ണു അമ്പരന്നു പോയി. താൻ പോലും അറിയാത്ത പുതിയ അധോലോകമോ? യെസ്. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള 3 അധോലോകക്കാരെക്കാളും സാമ്പത്തികമായും ശക്തിപരമായും മുന്നിൽ നിൽക്കുന്നത് പുതിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെക്കുറിച്ച് യാതൊരു സൂചന പോലും മറ്റുള്ളവർക്ക് കിട്ടാത്തത്. വിഷ്ണുവർദ്ധന്റെ കണ്ണുകൾ കുറുകി. ശവത്തിനുള്ളിൽ എന്തായിരുന്നുവെന്ന് പറഞ്ഞില്ല. മിണ്ടാതിരിക്കടാ അവിടെ. എനിക്കിഷ്ടമുള്ളപ്പോ പറയും. തോക്കിക്കയറി വെടിവെക്കല്ലേ? ആഹാ, ഇത് കൊച്ചുകുട്ടികളെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെയാണല്ലോ. കാപ്പിയുമായി വന്ന ശങ്കറുടെ ഭാര്യ പറഞ്ഞു. ഇവനെ അങ്ങനെയൊക്കെ നേരെയാക്കാൻ പറ്റൂ. ശങ്കർ ഒന്ന് ഞെളിഞ്ഞിരുന്നു. ഓ പിന്നെ വിഷ്ണു തിരിച്ചടിച്ചു. ഇവിടെ മറ്റുള്ളവരുടെ മുന്നിൽ മീശ പിടിച്ച് കാണിക്കുന്ന ഡിവൈഎസ്പി സാറ് ഭാര്യയുടെ മുന്നിൽ പൂച്ചയെ കണ്ട എലിയെപ്പോലെയാണെന്ന് ആർക്കാ അറിയാത്തത്? എടാ വേണ്ട, അധികം വിളമ്പണ്ട. ശങ്കർ കാപ്പിക്കപ്പെടുത്തു. നഗ്മ അടുക്കളയിലേക്ക് പോയി. ശങ്കർ പഴയ കാര്യത്തിലേക്ക് മടങ്ങി വന്നു. യഥാർത്ഥത്തിൽ ആ ശവശരീരത്തിനുള്ളിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് ഒപ്പം വന്നവർക്കും അറിയില്ല. കോടിക്കണക്കിന് രൂപയുടെ ഏതോ രഹസ്യമാണെന്ന് മാത്രം അറിയാം. അതായത് ശവശരീരവുമായി അവർ പുറപ്പെടുന്നതിന്റെ തലേന്ന് ചിലർ അവരുടെ ഫ്ളാറ്റിലെത്തി. ശവത്തിൽ ഒളിപ്പിച്ച് തങ്ങൾ ഒരു സാധനം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോരുമെന്നും അതിനായി അവർക്ക് 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവർ സമ്മതിക്കാതെ ഇരുന്നതിനെ തുടർന്ന് ആഗതരുടെ ഭാവം മാറിപ്പോലും. ഇവിടേക്ക് പോന്നവരിൽ ഒരാളുടെ കുഞ്ഞ് അവരുടെ കസ്റ്റഡിയിലാണ്. സാധനം ഭദ്രമായി അവരുടെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയെ തിരിച്ചുവിടാമെന്ന് പറഞ്ഞു പോലും. അനുസരിക്കുകയല്ലാതെ അവർക്ക് മാർഗമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ആരാളതിന്റെ പിന്നിലെന്ന് യാതൊരു സൂചനയുമില്ല അല്ലേ? ഇല്ല. അമേരിക്കയിൽ വെച്ച് കണ്ട ഒരാളെ മൃതദേഹത്തോടൊപ്പം വന്ന തോമസ് ഇന്നലെ കാർബൺ പാർക്കിൽ വെച്ച് കണ്ടുപോലും. നേരത്തെ പറഞ്ഞതിന് പ്രകാരമാണത്. അമേരിക്കയിൽ അവർ കസ്റ്റഡിയിൽ വെച്ചിരുന്ന കുട്ടിയെ തിരിച്ചു കൊടുത്തെന്ന് അയാൾ പറഞ്ഞു പോലും. അവിടെ നിന്ന് തോമസ് മടങ്ങി വരും വഴിയാണ് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. വിഷ്ണുവർദ്ധൻ എണീറ്റു. അവൻ ആരായാലും കണ്ടെത്തിയിരിക്കുന്നു. ജബ്ബാറിന്റെ ജീവന് കണക്ക് ചോദിക്കണ്ടേ? അങ്ങനെ പിറുപിറുത്തുകൊണ്ട് ശങ്കറോടും നഗ്മയോടും യാത്ര പറഞ്ഞ് വിഷ്ണു ബൈക്കിൽ കയറി. ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. ശിവാജി നഗറിലൊന്ന് പോണം. അവിടുത്തെ ചിലരെ കണ്ട് കുറെ കാര്യങ്ങൾ സാധിക്കണം. ആ തീരുമാനത്തോടെ പായുകയായിരുന്ന വിഷ്ണുവർദ്ധൻ അപകടം അറിഞ്ഞില്ല. റോഡിന് കുറുകെ കിടന്നിരുന്ന ഒരു ബലമുള്ള കയർ. ബൈക്ക് അതിന് മുകളിലെത്തിയതും പൊടുന്നനെ ഉയർന്നു. വിഷ്ണുവർദ്ധനും ബൈക്കും ഒന്നിച്ച് ആകാശത്തേക്കുയർന്നു. വിഷ്ണുവിന്റെ നിലവിളി ആകാശത്ത് കേട്ടു. ബ്രിഗേഡ് റോഡിലൂടെ വന്ന ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ വാൾട്ടർ വെങ്കടേഷിന്റെ കാർ ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. കമ്മീഷണർ വയർലെസ്സിലൂടെ നിരന്തരം ആരുമായോ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. 10 മിനിറ്റോളം കാർ ഓടി. തിരക്കൊഴിഞ്ഞൊരു ഭാഗം നോക്കി അത് നിർത്തുവാൻ കമ്മീഷണർ നിർദ്ദേശിച്ചു. ഡ്രൈവർ അനുസരിച്ചു. കമ്മീഷണർ കാറിൽ നിന്നിറങ്ങിയില്ല. സമയമിഴഞ്ഞു. അയാൾ അതിനിടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ പോലീസ് കാത്തുനിൽപ്പുണ്ടോ എന്ന് ഒരിക്കൽ കൂടി വയർലെസ്സിലൂടെ ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തി. 1/2 മണിക്കൂർ കഴിഞ്ഞു. കമ്മീഷണറുടെ ഞെട്ടി ചുളിഞ്ഞു. ഇനി വിഷ്ണുവർദ്ധന്റെ അറിവ് തെറ്റാണെന്ന് വരുമോ? പറഞ്ഞ സമയം കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. അതോ ശത്രുക്കൾ പോലീസിന്റെ നീക്കം മണത്തറിഞ്ഞോ? തന്റെ ഓഫീസിലുള്ളവരിൽ പോലും ചാരന്മാരുണ്ടെന്ന് അയാൾക്കറിയാം. ഇന്ന് വിഷ്ണുവിനെയും കാണാൻ കഴിഞ്ഞില്ല. അയാളുടെ നമ്പർ ഡയൽ ചെയ്തിട്ട് അപ്പുറത്ത് മണിയടിക്കുന്നുണ്ട്. ആരും റിസീവർ എടുക്കുന്നുമില്ല. ഇനി വിഷ്ണുവിന് വല്ല അപകടവും? അങ്ങനെ ഓർത്തപ്പോൾ വാൾട്ടർ വെങ്കിടേഷ് അറിയാതെ ഒന്ന് ഞെട്ടി. വിഷ്ണുവിന് താൻ സ്വന്തം മകന്റെ സ്ഥാനമാണോ നൽകിയിരിക്കുന്നത് പോലും കമ്മീഷണർ ചിന്തിച്ചുപോയി. വയലൻസ് ശബ്ദിച്ചു. ശങ്കറുടെ ശബ്ദം. നമ്മൾ പ്രതീക്ഷിക്കുന്ന വാഹനം വരുന്നുണ്ട്. ഇത് 2 തവണ ആവർത്തിക്കപ്പെട്ടു. കമ്മീഷണർ പിടഞ്ഞുണർന്നു. ചിറകളിൽ ഒരു ത്രസിപ്പ്. ചടുലമായൊരു നീക്കത്തിൽ അയാൾ ഡോർ തുറന്ന് പുറത്തേക്കെത്തിക്കഴിഞ്ഞു. യാതൊരു കാരണവശാലും ശത്രുക്കൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് വാൾട്ടർ വെങ്കടേഷ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് പോലീസിന്റെ ദൃഷ്ടിയിൽ ആ ട്രക്ക് പെട്ടയുടൻ തന്നെ ഓരോ ഗ്രൂപ്പും തങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ട്രക്ക് വരുന്ന പാതയ്ക്ക് പാരലലായി 4 വാൻ നിറയെ ആയുധമേന്തിയ പോലീസുകാർ നീങ്ങി. അതുപോലെ തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 2 വാനുകൾ വീതം. ട്രക്കിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഒരാൾ പഞ്ചാബിയും അപരൻ ബാംഗ്ലൂർ സിറ്റിയുടെ ഓരോ മുക്കും മൂലയും മനഃപ്പാടമാക്കിയിട്ടുള്ളവനും. ഏതൊക്കെ ബൈറൂട്ടുകളിലൂടെ പോയാൽ എങ്ങനെ പിടികൊടുക്കാതെ രക്ഷപ്പെടാമെന്ന് വ്യക്തമായി അറിയുന്നവൻ. അയാളാണ് ഡ്രൈവ് ചെയ്യുന്നത്. കുറച്ചു സമയം കൂടി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ റിയർവ്യൂ മിററിലൂടെ അത് കണ്ടു. പിന്നാലെ ഒരു പോലീസ് വാൻ. അയാളുടെ നെറ്റി ചുളിഞ്ഞു. അയാൾ പഞ്ചാബിയോട് വിവരം പറഞ്ഞു. പഞ്ചാബിയും കണ്ടു അപകടം. ഡ്രൈവറുടെ കാൽ ആക്സിലേറ്ററിൽ ആഞ്ഞമർന്നു. ട്രക്കിന്റെ ചക്രങ്ങൾ വേഗതയേറി. പിന്നാലെ എത്തിയ പോലീസുകാർക്ക് പക്ഷേ യാതൊരു ധൃതിയും ഉണ്ടായിരുന്നില്ല. ട്രക്ക് വലത്തേക്ക് തിരിഞ്ഞു. അതുവഴി പോയാൽ പെട്ടെന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തെത്താം. എന്നാൽ 4-5 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ അതുവഴിയും ഒരു വാൻ വരുന്നു. പരീക്ഷണത്തിനൊരുക്കമല്ലായിരുന്നു അവർ. ഉടനെ ട്രക്ക് തിരിച്ചുവിട്ട് മറ്റൊരു റോഡിലേക്ക് നീങ്ങി. പക്ഷേ അതാ അതുവഴിയും പോലീസ് വാൻ. തന്ത്രപൂർവ്വമുള്ളൊരു നീക്കമാണിതെന്ന് ഡ്രൈവർക്ക് ഉറപ്പായി. ട്രക്കിൽ നിന്നവർ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് മെസ്സേജ് നൽകി. തങ്ങൾ അപകടത്തിലാണെന്നും വേണ്ടത് ചെയ്യണമെന്നും. പക്ഷേ ആ റേഞ്ചിലുള്ള പോലീസുകാരുടെ കയ്യിലിരുന്ന വയർലെസ്സിലും ഈ സന്ദേശം കിട്ടി. അതോടെ അവർ ഉണർന്നു. വാൾട്ടർ വെങ്കിടേഷ് ഓപ്പറേഷൻ ഓർഡർ കൊടുത്തിട്ട് കാറിൽ കയറി. കാർ ട്രക്ക് വരുന്ന പാത ലക്ഷ്യമാക്കി പാഞ്ഞു. ട്രക്ക് വീണ്ടും പ്രധാന പാതയിലെത്തിക്കഴിഞ്ഞിരുന്നു. തങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞുവെന്ന് അവർക്കുറപ്പായി. തങ്ങൾക്ക് ചുറ്റുമുള്ള മുഴുവൻ റോഡുകളിലും പോലീസാണ്. എല്ലാ ഭാഗത്തു നിന്നും അവർ ട്രക്കിന് നേരെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അപകടം പൂർണ്ണമായി. പ്രധാന പാതയിൽ പോലീസ് വ്യൂഹം ട്രക്ക് വളഞ്ഞു. ഞൊടിയിടയിൽ ട്രക്ക് നിർത്തിയിട്ട് ഡ്രൈവറും പഞ്ചാബിയും പുറത്തേക്ക് ചാടി. പൊടുന്നനെ ഒരു മാരുതി ജീപ്സി ചീറിപ്പാഞ്ഞു വന്നു. അതിന്റെ ബ്രേക്ക് ഒരു നിമിഷം അമർന്നു. പിന്നെ വന്ന വേഗത്തിൽ തന്നെ ജിപ്സി വെട്ടിത്തിരിഞ്ഞു. അതിനിടെ അതിനു പിന്നിൽ നിന്നും 2 യന്ത്രത്തൊക്കളുടെ ബാരലുകൾ പുറത്തേക്ക് നീണ്ടിരുന്നു. കാതടപ്പിക്കുന്ന വെടിയച്ചകൾ ഉയർന്നു. ഡ്രൈവറുടെയും പഞ്ചാബിയുടെയും ശരീരത്തിൽ വെടിയുണ്ടകൾ തുളഞ്ഞിറങ്ങി. രക്തം ചീറ്റിയൊഴുകി. ഇരുവരും നടുറോഡിൽ പിടഞ്ഞു വീണു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത്രയും നടന്നത്. പോലീസിന് പ്രതികരിക്കാൻ അവസരം കിട്ടും മുമ്പ് നമ്പറില്ലാത്ത ജിപ്സി അകന്നുപോയി. സിറ്റി പോലീസ് കമ്മീഷണർ വാൾട്ടർ വെങ്കിടേഷ് ട്രക്കിന് നേരെ ചൂടുകൾ വെച്ചു. പട്ടി കഴുവേറുടെ മോൻ, രാമരാജഗൌഡ അലറി. ഇനി അവനെ ജീവനോടെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. പണ്ടാരമടങ്ങാൻ. എത്ര കോടിയാ അവന് വായ്ക്കരിയിട്ട് പോയത്. അനുചരരാരും മിണ്ടിയില്ല. മിണ്ടിയാൽ ഗൌഡ എന്തിനും മടിക്കില്ല. വാൾട്ടർ വെങ്കിടേഷിനോടുള്ള കോപം തങ്ങളോട് തീർക്കാനും അയാൾ മടിക്കില്ല. വാലിൽ തീപിടിച്ച കുരങ്ങനെ പോലെയായിരുന്നു രാമരാജഗൌഡ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തനിക്ക് പരാജയം മാത്രമാണ്. തന്റെ ആൾക്കാരിൽ എത്ര പേരാണ് മരിച്ചത്, എത്ര കോടിയാണ് നഷ്ടം, തീർക്കാൻ ഒരുപാട് കണക്കുകൾ ബാക്കി നിൽക്കുന്നു. കഴുവേറിമോൻ വിഷ്ണുവർദ്ധൻ, തന്റെ താവളത്തിൽ കടന്നാക്രമണം നടത്തിയ അലിയാർ, ഒരുത്തനും മാപ്പില്ല. ഇപ്പോൾ 10 കോടിയുടെ ആയുധം പാകിസ്ഥാനിൽ നിന്ന് അലിയാർക്ക് കൊടുക്കാനൊരുങ്ങിയ ലോഡാണ്. അത് തനിക്കു വേണ്ടി എടുക്കാൻ എന്തെല്ലാം കളികൾ നടത്തി. എന്നിട്ടൊടുവിൽ വിഷമവും കോപവുമൊക്കെ ഒന്നിച്ചുണ്ടാകുകയാണ് രാമരാജഗൌഡയ്ക്ക്. ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഗൌഡ ബാംഗ്ലൂർ സിറ്റിയിൽ ഒന്നുമല്ലാതാകും. തന്റെ പതനം കാത്തിരിക്കുന്ന പട്ടികൾക്ക് ഇത് കനകാവസരം. പക്ഷെ തോൽക്കാൻ ഗൌഡയ്ക്ക് മനസ്സില്ല. എന്നാലും ഏറ്റവും അധികം ശ്രദ്ധയോടെ താൻ നടത്തിയ ഈ ബിസിനസ് എങ്ങനെ പുറത്തുപോയി? കള്ളൻ കപ്പലിൽ തന്നെയോ? കൈകൾ പിന്നിൽ കെട്ടി കൂട്ടിലടച്ച് വെരുകിനെ പോലെ അങ്ങിങ്ങി നടക്കുകയായിരുന്നു രാമരാജഗൌഡ. പെട്ടെന്ന് നിന്നു. നോട്ടം അനുയായികളുടെ മുഖങ്ങളിലേക്ക് തന്നെ വീണു. വാക്കുകൾക്ക് തീപിടിച്ചു. ഇന്ന് വാൾട്ടർ വെങ്കിടേഷിന്റെ അവസാനത്തെ ദിവസമാണ്. ഒരുങ്ങിക്കോ നിങ്ങൾ. അവസാന വിജയം നമ്മൾക്ക്. കുറെ നേരമായി ഉണർന്നു കിടക്കുകയാണ് വിഷ്ണുവർദ്ധൻ. പക്ഷെ താൻ എവിടെയാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. വെളിച്ചത്തിന്റെ ഒരു കണിക പോലും അവിടെ ഉണ്ടായിരുന്നില്ല. കണ്ണിൽ കത്തിയാൽ അറിയാത്തിരുട്ട്. താൻ ആരുടെ കസ്റ്റഡിയിലായിരിക്കും? ഏതായാലും ശത്രുപാളയത്തിലാണെന്ന് ഉറപ്പാണ്. എണീക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. നടുവിൽ വല്ലാത്ത വേദന. തറയിൽ വീണത് അവിടെ മിടിച്ചായിരിക്കും. ബൈക്കിന്റെ വെളിച്ചത്തിൽ റോഡിൽ കയറിളകുന്നത് വ്യക്തമായി കണ്ടതാണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷത്തിന്റെ 10-1 സമയം കൊണ്ട് എല്ലാം കഴിഞ്ഞിരുന്നു. ബൈക്കും താനും ഒന്നിച്ച് റോഡിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നത് മാത്രം ഓർമ്മയുണ്ട്. ഇനി എങ്ങനെ എത്ര നേരം ഇവിടെ കഴിയേണ്ടി വരും? ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് വിഷ്ണുവർദ്ധൻ അങ്ങനെ കിടന്നു. പോലീസ് ആസ്ഥാനത്ത് കർണാടക DGP വരെ എത്തിയിരുന്നു. അത്രമാത്രം പ്രാധാന്യമുള്ളൊരു ദിവസമായിരുന്നുവല്ലോ എന്ന്. 10 കോടി രൂപയുടെ ആയുധങ്ങൾ, ഭാരതത്തിലെ പോലീസുകാർ ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത തരം തോക്കുകൾ, ഗ്രനേഡുകൾ, ചെറിയ തരം റോക്കറ്റുകൾ. പത്രക്കാർ മുഴുവനും ഉണ്ടായിരുന്നു അവിടെ. ട്രക്കിൽ നിന്നും ഇത് ആർക്കുള്ള ആയുധങ്ങളായിരുന്നുവെന്നതിന്റെ സൂചനകൾ പോലും കിട്ടിയില്ല. ബുക്കും പേപ്പറും പോലും ട്രക്കിനില്ലായിരുന്നു. സീനിയേഴ്സ് ഓഫീസൊക്കെ അവളെ മുക്തവകണ്ഠം പ്രശംസിച്ചാണ് മടങ്ങിപ്പോയത്.
ഒപ്പം ഇത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കണമെന്നും നിർദ്ദേശിച്ചു. ആയുധങ്ങളെല്ലാം തരംതിരിച്ച് പ്രത്യേകം റെക്കോർഡുണ്ടാക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി വളരെ വൈകിയിരുന്നു. ഡിവൈഎസ്പി ശങ്കറിനോട് യാത്ര പറഞ്ഞ് താൻ രാവിലെ തന്നെ എത്തുമെന്നറിയിച്ചിട്ടാണ് അയാൾ വീട്ടിലേക്ക് മടങ്ങിയത്. കാർ വീടിന്റെ മുന്നിലെത്തി. വാച്ചർ ഗേറ്റ് തുറന്നതും കാറിന് പിന്നിലൂടെ മറ്റൊരു വാഹനം കുതിച്ചു വന്ന് അവിടെ ബ്രേക്കിട്ടു. മാരുതി ജിപ്സി. ഞൊടിയിടയിൽ അതിൽ നിന്നും കുറെ തോക്കുധാരികൾ ചാടിയിറങ്ങി. വെടിയേറ്റ് വാച്ചർ ആദ്യം വീണു. കാറിന്റെ ഗ്ലാസുകൾ ചിതറി. ഡ്രൈവറുടെ നിലവിളി വാൾട്ടർ വെങ്കിടേഷ് കേട്ടു. അയാൾ റിവോൾവർ എടുത്ത് പ്രത്യാക്രമണത്തിന് മുതിർന്നു. പക്ഷേ യന്ത്രത്തോക്കുകളോട് കിടപിടിക്കുന്നതെങ്ങനെ? പരാജയം മനസ്സിലാക്കിയ വെങ്കിടേഷ് സീറ്റിൽ കുനിഞ്ഞിരുന്നു. അയാളുടെ പുറത്തൊരു തോക്കിൻ കുഴലമർന്നു. ഡോണ്ട് മൂവ്. വെങ്കടേഷിന് കീഴടങ്ങാതെ നിവൃത്തിയില്ലായിരുന്നു. അവർ അയാളെ വലിച്ചു പുറത്തിറക്കി കാറിന് പിന്നിൽ കൊണ്ടുവന്നു. മാരുതി ജിപ്സിയുടെ കത്തി നിൽക്കുന്ന ഹെഡ്ലൈറ്റുകൾക്ക് മുന്നിൽ ഒരു മനുഷ്യൻ നിന്നിരുന്നു. വാൾട്ടർ വെങ്കടേഷ് വല്ലാതെയൊന്നു ഞെട്ടി. ഞാൻ ഗൗഡ, രാമരാജ ഗൗഡ, അയാൾ പറഞ്ഞു. അടുത്ത സെക്കൻഡിൽ അയാളുടെ കയ്യിൽ നിന്നൊരു കയർക്കുരുക്ക് പാറി വന്നു. അത് കൃത്യം വെങ്കടേഷിന്റെ കഴുത്തിൽ കുരുങ്ങി. തട്ടിക്കളയാൻ അവസരം കിട്ടും മുമ്പ് ഗൗഡ കയർ വലിച്ചു. കഴുത്തിൽ കുരുക്ക് മുറുകി. വാൾട്ടർ വെങ്കടേഷ് ഗൗഡയുടെ കാൽക്കലേക്ക് തെറിച്ചു വീണു.